പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ ബയോളജി ഒന്നാമത്തെ അധ്യായം അറിയാനും പ്രതികരിക്കാനും സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസിലെ 3 ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 ക്ലാസ്സുകൾ നമ്മൾ വിക്ടേഴ്സ് ചാനലിലും പിന്നെ മാഷ് നൽകിയ ഒരു ക്ലാസ്സും ഉൾപ്പെടെ 3 ക്ലാസ്സുകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വർക്ക്ഷീറ്റുകളും അസൈൻമെന്റുകളും ഒക്കെ നിങ്ങൾ സയൻസ് ഡയറിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇന്ന് നമ്മൾ ആ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള അടുത്തൊരു ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകുകയാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, നമ്മൾ പഠിച്ച പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമാണ്, നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള അടിസ്ഥാന ഘടകമായിട്ടുള്ള ന്യൂറോൺസ് അഥവാ നാഡീകോശത്തിനെ കുറിച്ചാണ്. ആ നാഡീകോശങ്ങളുടെ ഫങ്ഷൻസും സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ 2 നാഡീകോശങ്ങൾ കൂടി ചേർന്ന് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ, ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ ലെസൺ വീഡിയോ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതിന് തുടർച്ചയായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം അഥവാ നാഡി വ്യവസ്ഥ, അതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥ, അത് നാഡീവ്യവസ്ഥയാണ്, നെർവസ് സിസ്റ്റമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിത് പഠിക്കുക. അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളിത് പഠിക്കുക. അതിന് ആദ്യമെന്നോണം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് തരംതിരിക്കുകയാണെങ്കിൽ, nervous system divided mainly classified into 2 parts. First one is central nervous system and another peripheral nervous system. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പരിധീയ നാഡീവ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം നാഡീവ്യവസ്ഥ എന്നുമാണ് 2 വിഭാഗമാക്കി ആദ്യം തന്നെ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറയാം, നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യവസ്ഥയ്ക്ക് മെയിൻലി അത് ഉൾക്കൊള്ളുന്ന അതിൽ അവയവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് നമുക്ക് ഏകദേശം ധാരണയുള്ളതാണ്. ബ്രെയിൻ അഥവാ മസ്തിഷ്കം, സ്പൈനൽ കോഡ് അഥവാ സുഷുപ്ന, നെർവ്സ് അഥവാ നാഡികൾ, ഇവയിലെല്ലാം ഉൾക്കൊള്ളുന്ന റിസപ്റ്റേഴ്സ് ഗ്രാഹികൾ, ഇവയെല്ലാം കൂടിയതാണ് നെർവസ് സിസ്റ്റം. ആ ഭാഗങ്ങളെയാണ് നമ്മൾ 2 ഭാഗങ്ങളായിട്ട് പെടുത്തിയിരിക്കുന്നത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥ, മറ്റൊന്ന് പെരിഫറൽ നാഡീവ്യവസ്ഥ, പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിന് പരിധീയ നാഡീവ്യവസ്ഥ എന്നൊരു പേര് കൂടി ഉണ്ട്. അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ പെടുന്ന 2 ആളുകളാണ്. ഒന്ന് ബ്രെയിൻ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കേന്ദ്ര കഥാപാത്രം ബ്രെയിൻ, മസ്തിഷ്കം, തലച്ചോറ്. രണ്ടാമത്തെ ഭാഗമാണ് സ്പൈനൽ കോഡ് അഥവാ സുഷുപ്ന. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് നമ്മളിനി പറയാനുള്ള 3ാമത്തെ ആളാണ്. അതാണ് നെർവ്സ് അഥവാ നാഡികൾ. അത് 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പൈനൽ നെർവ്സ്. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ശിരോനാഡികളാണ്. മസ്തിഷ്കം, ബ്രെയിൻ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാഡികളാണത്. മറ്റത് സ്പൈനൽ നെർവ്സ്, സുഷുപ്നയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാഡികളാണ് അത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആനിമേഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന മുഖ്യഭാഗമാണ് മസ്തിഷ്കം. ശരീരത്തിലെമ്പാടും നിന്ന് സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കുകയും മസ്തിഷ്കത്തിന്റെ നിർദ്ദേശങ്ങളെ ശരീരത്തിലെമ്പാടും എത്തിക്കുകയും ചെയ്യുന്ന സുഷുമ്ന നാഡിയാണ് നാഡീവ്യവസ്ഥയുടെ മറ്റൊരു ഭാഗം. വിവിധ ശരീരഭാഗങ്ങളിലേക്കും തിരിച്ചും സന്ദേശങ്ങൾ കൈമാറാനുള്ള സംവിധാനമാണ് നാഡികൾ. ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളും നാഡീവ്യവസ്ഥയുടെ മുഖ്യഭാഗമാണ്. തുടർന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ മുഖ്യ ഭാഗമായിട്ടുള്ള
ബ്രെയിൻ, മസ്തിഷ്കത്തിനെ കുറിച്ചിട്ട് നമ്മൾ വിശദമായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. ദി ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദി ലൈഫ് ആക്ടിവിറ്റീസ്. ആ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോംഗേറ്റ, ഹൈപ്പോതലാമസ്, തലാമസ് എന്ന് പറയുന്ന 5 ഭാഗങ്ങളാണ് നമുക്ക് നമ്മുടെ ലെസൺസിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് വിശദമായി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ബ്രെയിൻ്റെ ചിത്രം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ പഴയതോ ഉള്ളവര് നിങ്ങൾക്കത് മറിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ഈ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലെസൺസിൽ വീഡിയോസിൽ നമ്മൾ ആ പിക്ചർ ഉൾപ്പെടുത്തും. പിക്ചർ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ചിത്രം ഉൾപ്പെടുത്താനായിട്ട് ഇപ്പോൾ സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ആ ചിത്രവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ്, ആനിമേഷൻസ് ഒക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഭാഗം എന്ന് ഞാൻ പറഞ്ഞത് ബ്രെയിനിന്റെ, മസ്തിഷ്കത്തിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സെറിബ്രം. ദി ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബ്രമാണ്. പിന്നെ ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡേഴ്സ് സി ഇൻ സെറിബ്രം. സെറിബ്രത്തില് അനേകം മടക്കുകളും ചുളിവുകളും ഉണ്ട്. ഇത് ഗ്രേ കളേർഡ് പാർട്ട് ഓഫ് സെറിബ്രം ഈസ് കോൾഡ് കോട്ടക്സ്. കോട്ടക്സ്, മെഡുല എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ സെറിബ്രത്തിനുണ്ട്. അത് ശരി, നമ്മുടെ മസ്തിഷ്കത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ ഒരു കോട്ടക്സ്, മെഡുല എന്ന് പറയുന്ന ഒരു ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും സെറിബ്രത്തില്, കാരണം ശരീരത്തിലെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ഇനി സെറിബ്രം പ്രധാനമായിട്ടും ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്: സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഓർമ്മ, ഭാവന, ബുദ്ധി, ചിന്താശക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാത്തിന്റെയും നിയന്ത്രണ കേന്ദ്രങ്ങൾ, കൺട്രോൾ പോയിന്റ്സ് ഉള്ളത് സെറിബ്രത്തിലാണ്. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൻസേഷൻസും, ഇന്ദ്രിയ അനുഭവങ്ങൾ, സെൻസറി നോളജ് നമുക്ക് നൽകുന്നത് സെറിബ്രമാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസിനെ കുറിച്ച്, പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയുന്നത് അതിന്റെയൊക്കെ കൺട്രോൾ പോയിന്റ് ഉള്ളത് നമ്മുടെ ബ്രെയിനിൽ, സെറിബ്രത്തിലാണ്. ഇനി ഇവോക്ക് സെൻസേഷൻസ്, ദെൻ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വോളണ്ടറി മൂവ്മെന്റ്സ്, വോളണ്ടറി ആക്ടിവിറ്റീസ്, ഐച്ഛിക ചലനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ബിഗ് പാർട്ടാണ്. ഫസ്റ്റ് ബിഗ് പാർട്ട് നമ്മൾ പറഞ്ഞു, ബ്രെയിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ്. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഈസ് നോൺ ആസ് സെറിബെല്ലം. രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമാണ്. അത് സെറിബ്രത്തിന്റെ തൊട്ട് താഴെയാണ് കാണപ്പെടുക, സീൻ ബിഹൈൻഡ് ദി സെറിബ്രം. അത് ആ 2 ഫ്ലാപ്സ് ആണ്. ഇപ്പൊ നമ്മൾ സെറിബ്രം നമ്മൾ പറഞ്ഞു അനേകം മടക്കളും ചുളിവുകളും ഉണ്ട്. സെറിബ്രത്തിന് 2 പോർഷൻസ് ഉണ്ടെന്നാ പറയാം. ഇവിടെ 2 ഫ്ലാപ്സ് ആണ്. 2 ഫ്ലാപ്സ് എന്ന് പറഞ്ഞാൽ 2 ദളങ്ങൾ, 2 ദളങ്ങൾ നമ്മളിപ്പോ കൈകൂപ്പി നിൽക്കുന്നത് പോലെ, ഇതൊരു ദളം, ഇതൊരു ദളം, അങ്ങനെയാണ്. അത് ബിഹൈൻഡ് ദി സെറിബ്രത്തിന് താഴെയായിട്ട് തുടർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ഇതിലെ ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ്, ആഴത്തിലുള്ള ചാലുകളും വിടവുകളും ചാലുകളും ഒക്കെ ഇവിടെ സെറിബെല്ലത്തിലുണ്ട്. സെറിബ്രത്തില് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ്, മടക്കുകളും ചുളിവുകളുമാണ്. ഇവിടെ എന്താണ്, ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആണ്. ദ കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽ ആക്ടിവിറ്റീസുകൾ, നമ്മുടെ പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ സെറിബെല്ലമാണ്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി, നമ്മുടെ ശരീരത്തിലെ തുലന നില, ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി, നമ്മൾ നടക്കുമ്പോൾ വീഴാതിരിക്കുന്നത്, അല്ലെ, നമ്മൾ ഒരു ബാലൻസ്ഡ് ആണ്. നമ്മൾ മറ്റ് അനിമൽസുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളൊരു സ്റ്റേബിൾ അല്ല. സത്യത്തിൽ നമ്മൾ ഇരുകാലികളാണ്. നാൽക്കാലികൾ നടക്കുന്നതിനേക്കാൾ
കുറച്ച് ബാലൻസിങ് കൂടുതൽ നമുക്ക് വേണം. അത് നമ്മുടെ ശരീരത്തിൽ അതിനെ നമ്മളെ കൺട്രോൾ കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. ദെൻ മൂന്നാമത്തെ പോർഷൻ ആണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ദി റോഡ് ഷേപ്ഡ് ആണ്. റോഡ് ഷേപ്ഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ഈ സീൻ ബിലോ ദി സെറിബ്രം. സെറിബ്രത്തിന്റെ താഴെ, സെറിബ്രത്തിന്റെ തുടർന്ന് സെറിബെല്ലം, സെറിബ്രത്തിന് താഴെ മെഡുല്ല ഒബ്ലോങ്കേറ്റ, ലൊക്കേറ്റഡ് നിയർ ദി സെറിബെല്ലം. അപ്പൊ സെറിബെല്ലത്തിന് അടുത്ത് സെറിബ്രത്തിന്റെ താഴെയായിട്ടുള്ള മൂന്നാമത്തെ ഭാഗമാണ്, ഒരു റോഡ് ഷേപ്ഡ് ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഭാഗം. ഇത് കൺട്രോൾസ് ഇൻവോളണ്ടറി. നമ്മൾ വോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. വോളണ്ടറി ആക്ഷൻ സെറിബ്രമാണ്, മസ്കുലർ ആക്ഷൻ സെറിബെല്ലമാണ്. മൂന്നാമത് ഇൻവോളണ്ടറി ആക്ഷൻസ്, നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐച്ഛികം അനൈച്ഛികം, വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി എന്ന് പറയും. വോളണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച്, നമ്മുടെ ഇഷ്ടം. എനിക്ക് പോകണമെന്ന് തോന്നി ഞാൻ പോയി, എനിക്ക് കൈ പൊക്കണമെന്ന് തോന്നി ഞാൻ കൈ പൊക്കി. മനസ്സിലായി? അതാണ് വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. എനിക്ക് കൈ പൊക്കണ്ടെന്ന് ഞാൻ തോന്നി ഞാൻ കൈ പൊക്കുന്നില്ല. മനസ്സിലായ? അത്തരം പ്രവർത്തനമാണ് വോളണ്ടറി. എന്നാൽ ഇൻവോളണ്ടറി എന്ന് പറയുന്നത് എന്റെ നിയന്ത്രണത്തിലല്ല, എന്റെ ഇച്ഛയ്ക്ക് അല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുക. അതിന്റെ കൺട്രോൾ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അത് ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്ന ഇൻവോളണ്ടറി ആക്ഷൻസ്? നമ്മുടെ ശരീരത്തിലത്തെ ജീവൻ നിലനിർത്താനായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമുക്കറിയാം, ഹാർട്ട് ബീറ്റ്സ്, ഹാർട്ടിന്റെ ആക്ഷൻസ്, ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ, ലങ്ങിന്റെ പ്രവർത്തനങ്ങൾ, ശ്വാസോച്ഛ്വാസം, റെസ്പിറേഷൻ. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബിഗ് ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതല്ല. നമ്മളിപ്പോ ഹാർട്ടിനോട് പറയുകയാണ്, നമ്മൾ ഹാർട്ട് കുറച്ചു നേരം നമ്മൾ പിടിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞാൽ ഹാർട്ട് അനുസരിക്കുമോ? അങ്ങനെ അഥവാ ഹാർട്ട് അനുസരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും? അപ്പൊ അത് നമ്മൾ അപ്പൊ ഇൻവോളണ്ടറി ആക്ഷൻസ്, അനൈച്ഛിക പ്രവർത്തനം, നമ്മൾ അത് പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു. മസ്തിഷ്കം, നമ്മുടെ മസ്തിഷ്കത്തിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള മെഡുല്ല ഒബ്ലോങ്കേറ്റ പ്രധാനമായിട്ടും ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. അത് ഹാർട്ട് ബീറ്റ് പോലുള്ള, ശ്വാസോച്ഛ്വാസം പോലുള്ള, റെസ്പിറേഷൻ പോലുള്ള, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ്, അതുപോലെ തന്നെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻസ്, നമ്മുടെ ശരീരത്തിലെ ആന്തരാവയവങ്ങളിൽ നടക്കുന്ന ആക്ഷൻസ് ഒക്കെ ഇൻവോളണ്ടറി ആണ്. അത് ഒരു രീതിക്ക് മസ്തിഷ്കം, മെഡുല്ല ഒബ്ലോങ്കേറ്റ അതങ്ങട് നടത്തിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ, നമ്മുടെ ഹെഡിന്റെ ഏതാണ്ട് നമുക്ക് ഈ ഭാഗമാണ്. ഇതിനെ തുടർന്നാണ്, ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റയെ തുടർന്നിട്ടാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് ഭാഗമായിട്ടുള്ള സ്പൈനൽ കോഡ്, സുഷുപ്ന നാളി ഉള്ളത്. അതിനെ തുടർന്നിട്ടാണ് അത് നമ്മളെ നട്ടെല്ലിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോവുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ പരടി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ. അത് കഴുത്തും തലയും തമ്മിൽ ബന്ധപ്പെടുന്ന ആ ഭാഗത്ത്, ഞാനിപ്പോ മാഷിപ്പോ കൈവച്ചിരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ 2 വീലർ ഉപയോഗിക്കുന്നവര് ഗവൺമെന്റ് പറയും ഹെൽമെറ്റ് ധരിക്കണം. ഗവൺമെന്റ് പറഞ്ഞതുകൊണ്ട് പോലീസ് പിടിക്കും എന്ന് വിചാരിച്ചിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആളുകള്, അപ്പൊ നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം നമ്മൾ പറയും. അത് പ്രധാനമായിട്ടും നമുക്കറിയാം, ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ ആളുകള് ഈ ഭാഗം ഇടിച്ചിട്ടാണ് വീഴുക. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു, മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ പ്രധാന മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇന്റേണൽ ഓർഗൻസിന്റെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഏത് ഭാഗത്ത് ചെറിയ ഒരു അപകടം ഉണ്ടായാൽ, ഒരു ക്ഷതം ഉണ്ടായാൽ, ഒരു ഇഞ്ചുറി ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം നിന്നുപോകും. അപ്പോ ഹാർട്ട് നിന്നാലും, ലങ്സ് നിന്നാലും, നമ്മുടെ ശരീരത്തിൽ മറ്റ് ഇന്റേണൽ ഓർഗൻസ് നിന്നാലും നമുക്ക് ഉടനടിയുള്ള മരണമാണ് സംഭവിക്കുക. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയുന്നത്. നമുക്ക് അല്ലാണ്ട് പോലീസുകാരെ പേടിച്ചിട്ടോ നമുക്ക് ഫൈൻ കിട്ടുന്ന പേടിച്ചിട്ടോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവന്റെ സംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റ് ഭാഗമാണ് ഹൈപ്പോ തലാമസ്. തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. അതില് സെറിബ്രത്തിന്റെ ബിലോ, സിറ്റുവേറ്റഡ് ബിലോ ദി സെറിബ്രം, തലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ ആനിമേഷൻസിലും നമ്മൾ ഇതിനെ തുടർന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും അതേപോലെ തന്നെ മലയാളം മീഡിയത്തിലും ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള 2 ആനിമേഷൻസ് ഉണ്ട്, വീഡിയോസ്. അത് നിങ്ങൾ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ മാഷ് ജസ്റ്റ് ഇത് പറഞ്ഞ് നമ്മൾ ആനിമേഷൻസ് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
വർക്ക്ഷീറ്റുകളും നോട്ടുകളും തുടർന്ന് മറ്റു ഫയലുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നമ്മുടെ ഈ പാഠഭാഗം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് തോന്നുന്നു നമുക്ക് ആ ചിത്രം നമുക്ക് നമ്മുടെ ഈ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ പഴയ പാഠപുസ്തകം ഉള്ളവർ നിങ്ങൾക്ക് അത് മറിച്ച് നോക്കാമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി പുസ്തകം കിട്ടാത്തവർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചിത്രങ്ങളും സഹിതമുള്ള ആനിമേഷൻസ് ഞാൻ ഈ പറയുന്ന ക്ലാസ്സിനെ തുടർന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പൊ ഇപ്പൊ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെവിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വെക്കുക. തുടർന്ന് ആനിമേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാത് പതിയും. ദെൻ ആക്ട്സ് ആസ് റിലേ സ്റ്റേഷൻസ് ഓഫ് ഇമ്പൾസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇമ്പൾസുകൾ നമ്മുടെ ശരീരത്തിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അറിവ്, അതിന്റെ പ്രതികരണം, അതായത് സെൻസേഷൻസും റെസ്പോൺസും നടക്കുന്ന ഇമ്പൾസുകൾ വഴിയാണ്. അതിന്റെ ഒരു റിലേ സ്റ്റേഷൻ ബ്രെയിനിലേക്ക് അത് കടത്തി വിടാനായിട്ട് ഉള്ള ഒരു റിലേ സ്റ്റേഷനായിട്ട്, ഒരു പുനഃപ്രസരണ കേന്ദ്രമായിട്ട് വർത്തിക്കുന്ന ആളാണ് തലാമസ് എന്ന് പറയുന്നത്. അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പൾസുകളെ, ആവേഗങ്ങളെ അനലൈസ് ചെയ്ത് അത് ബ്രെയിനിലേക്കും, ഇനി തിരിച്ച് ബ്രെയിനിൽ നിന്ന് സെറിബ്രത്തിലേക്കും, ഇനി സെറിബ്രത്തിൽ നിന്നും ഉള്ള വിവരങ്ങളെ മറ്റ് വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി, മറ്റ് ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ധർമ്മമാണ് തലാമസിനുള്ളത്. ഈ തലാമസിന്റെ താഴെയായി കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട, എല്ലാ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്, ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ പ്രാധാന്യം കൂടുതൽ എന്ന് പറയുന്നതിന് കാരണം ഇനി ഒരു മൂന്നാമത്തെ നമ്മുടെ ലെസൺസിലും നമ്മൾ കാണാൻ പോകുന്ന ഒരു ഓർഗനാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. കാരണം ഹൈപ്പോതലാമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗവുമാണ്, ഹോർമോൺ സിസ്റ്റത്തിന്റെ ഭാഗവുമാണ്. ഒരേ സമയം നെർവസ് സിസ്റ്റത്തിലും ഹോർമോൺ സിസ്റ്റത്തിലും, അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിലും നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. അങ്ങനെ അധികം ഭാഗങ്ങളില്ല, ഒരു 2-3 ഭാഗങ്ങൾ നമുക്ക് ഇക്കൊല്ലം പഠിക്കാനുണ്ട്. അത് നമ്മൾ തുടർന്ന് നമ്മൾ കാണും. സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദി തലാമസ്. തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. പ്ലേസ് ദി മേജർ റോൾ ഇൻ ദി മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്. നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനം, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, ഇന്ത്യയിലായിട്ട് നടക്കുന്ന ആക്ടിവിറ്റികളിലെ ഒരു റെഗുലേഷൻ, ഒരു നിയന്ത്രണം, ഒരു ഏകോപനം, അത് നടത്തുന്ന ആളാണ് ഹൈപ്പോതലാമസ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഹൈപ്പോതലാമസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു. ഹോർമോൺ സിസ്റ്റത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ ഓർഗനായിട്ട്, ഹോർമോൺ സിസ്റ്റമായിട്ട് വർത്തിക്കുന്നുണ്ട്, ഹോർമോൺസുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അവയുടെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും ഭാഗങ്ങളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 5 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ്, ആനിമേഷൻസ്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ആനിമേഷൻസ് തുടർന്ന് നിങ്ങൾക്ക് Structure of brain. Cerebrum is the largest part of the brain. Its surface contains numerous folds and fissures. The outer part made up of grey matter is the cortex. The inner part made up of white matter is medulla. Cerebrum is the center of thought, intelligence, imagination, and memory. Cerebellum, second largest part of the brain. It is seen down behind the cerebrum as 2 lobes. It has fissures and grooves. It coordinates muscular activities and maintains equilibrium of the body. Thalamus, seen below the cerebrum, acts as relay station of impulses to and from the cerebrum, analyzes impulses from various parts of the body and sends the important ones to the cerebrum. Hypothalamus, situated just below the thalamus, plays a major role in maintaining homeostasis. Medulla oblongata, it is rod-shaped and situated below the cerebrum, close to cerebellum. Controls involuntary actions like heartbeat, breathing, etc.
മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഉപരിതലത്തിൽ ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നു. ഗ്രേ മാറ്റർ കൊണ്ട് നിർമ്മിച്ച ബാഹ്യഭാഗമാണ് കോർട്ടക്സ്. വൈറ്റ് മാറ്റർ കൊണ്ട് നിർമ്മിച്ച ആന്തരഭാഗമാണ് മെഡുല്ല. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. സെറിബെല്ലം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. ഹൈപ്പോതലാമസ് തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗം. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. മെഡുല്ല ഒബ്ലാങ്കേറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു.